everyone, welcome to my channel Home Flavors channel. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മളിവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഇഫ ചിക്കൻ ആണ് കേട്ടോ, വിത്ത് ഹോം മെയ്ഡ് കുബൂസ്. അതിനറിയാം നമുക്ക് ആദ്യം കുബൂസ് തയ്യാറാക്കാം. ഇതൊരു 250 ml ഗ്ലാസ് ആണ് കേട്ടോ. അതിലേക്ക് ചെറു ചൂടുള്ള പാലിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഈസ്റ്റും 1 ടീസ്പൂൺ പഞ്ചസാരയും കൂട്ടി ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കാം. ഈ ഒരു ഗ്ലാസ് അളവിൽ തന്നെയാണ് ഞാൻ 2.5 കപ്പ് മൈദ എടുക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഈസ്റ്റും പഞ്ചസാരയും കൂടിയിട്ടുള്ള മിക്സ് നമുക്ക് അതിലേക്ക് മെല്ലെ ചേർത്ത് കുഴച്ചെടുക്കാം. നമുക്ക് ആവശ്യത്തിന് അധികം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. മതി കേട്ടോ. ചപ്പാത്തി മാവിന്റെ ഒരു പരുവത്തിലാണ് നമുക്ക് ആ മാവൊന്ന് കുഴച്ചെടുക്കേണ്ടത്. നല്ല രീതിയിൽ തന്നെ മാവ് നമുക്ക് കുഴച്ചെടുക്കണം കേട്ടോ. ഇത് 3-4 മണിക്കൂർ നമുക്ക് മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലാണ് ഡബിൾ നമ്മൾ കുഴച്ച് വെച്ച മാവിനേക്കാളും ഡബിളായിട്ട് അത് പൊന്തി വരുള്ളൂ. ഇത് കുഴച്ച് വെക്കുന്ന ഏത് പാത്രത്തിലാണോ അതിൽ നെയ്യോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ കൊണ്ടോ തടവി കൊടുക്കുക. പിന്നെ മേലെ കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കാട്ടോ. ഇതൊരു കോട്ടൺ തുണി കൊണ്ടോ അല്ലെങ്കിൽ ഫുഡ് റാപ്പ് കൊണ്ടോ നമുക്കൊന്ന് കവർ ചെയ്തിട്ട് വെക്കാം. എന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ്റെ പരിപാടി നോക്കാം. നമ്മൾ എടുത്തിരിക്കുന്നത് 3 പീസ് ചിക്കനാണ്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇടിച്ചു കൊടുക്കാം കേട്ടോ. കാരണം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാനായി നമുക്കിവിടെ കുറച്ച് മസാല എടുക്കാം. 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ സോൾട്ട്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് ആവശ്യത്തിന് നമുക്ക് ടേസ്റ്റ് അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് ഒരു ലെമൺ സ്ക്യൂസ് ചെയ്തതിൻ്റെ ജ്യൂസ് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ലെമൺ അല്ലെങ്കിലും വിനെഗർ ഒഴിച്ചാലും മതി കേട്ടോ. ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് എടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു 2 ടീസ്പൂൺ അല്ലെങ്കിൽ 2.5 ടീസ്പൂൺ വാട്ടർ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. മസാല ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നാലേ നമുക്ക് ചിക്കനിൽ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റുള്ളൂ. ഇതൊരു 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂർ 1 മണിക്കൂറെങ്കിലും റെസ്റ്റ്, മാക്സിമം 1 മണിക്കൂറെങ്കിലും ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കാവുന്നതാണ് കേട്ടോ. എന്നാലാണ് മസാലക്ക് അതിൽ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് വരുള്ളൂ കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിലോ എങ്ങനെയും വെക്കാം. നമ്മുടെ ചിക്കനും കുബൂസിനുള്ള മാവും ഇവിടെ റെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ 3 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് ഇതാ ഡബിളായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് നല്ല രീതിയിലേക്ക് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇത് നല്ല രീതിയിലൊന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് നമുക്കിനി ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം. നല്ലോണം ചെറുതാക്കരുത് കേട്ടോ. പത്തിരിയുടെ ഉരുളകളില്ലേ അതിലേക്കാളും കുറച്ചും കൂടെ വലുപ്പത്തിൽ വേണം കേട്ടോ ഇത് ഉരുളകളാക്കിയിട്ട് മാറ്റി വെക്കാൻ. ഇത് നമുക്കിനി നന്നായിട്ട് പരത്തിയെടുത്ത് നമ്മൾ ചപ്പാത്തി ചുടുന്ന രീതിയിൽ തന്നെയാണ് ഇത് ചുട്ടെടുക്കേണ്ടത്. നല്ല രീതിയിൽ പൊന്തി വരണം കേട്ടോ. എന്നാലാണ് കുബൂസ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നല്ല കുബൂസ് നന്നായി ഹാർഡായി പോകും. അതുകൊണ്ട് ചപ്പാത്തി ചുടുന്ന രീതിയിൽ തന്നെ നമുക്കിത് ചുട്ടെടുക്കാം. നന്നായിട്ട് പൊന്തി കുബൂസ് ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമ്മളിതിന് പാനിൽ ബട്ടറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഒരു കഷ്ണം ബട്ടർ വെച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അത്യാവശ്യം ഒരു 3/4 മണിക്കൂറോളം ഇത് കുക്ക് ചെയ്തിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ അതവിടെ കിടന്ന് കുക്കാവട്ടെ. അപ്പോഴേക്കും നമുക്കിതിലേക്കുള്ള വൈറ്റ് സോസ് റെഡിയാക്കാം. 2 പുഴുങ്ങിയ കോഴിമുട്ടയുടെ വൈറ്റ് മാത്രമാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, പിന്നെ 2 സ്ലൈഡ് ഷീറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. 2-3 ചീസ് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. കുറച്ച് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ അതിലേക്ക് 2 ടീസ്പൂൺ പാലും 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർക്കാം കേട്ടോ. പിന്നെ ഒരു നുള്ള് ഉപ്പ്, ടേസ്റ്റിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ, നല്ല തിക്കായിട്ട് നമ്മുടെ വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെ ചിക്കൻ നമുക്ക് ഒന്ന് നോക്കാം. അത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് ചിക്കൻ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ചിക്കൻ കുക്കായി നിന്നുണ്ടെങ്കിലാണ് നമുക്ക് വൈറ്റ് സോസ് ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. വൈറ്റ് സോസ് ഒഴിച്ചൊരു 2 മിനിറ്റ് നമുക്കതൊന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ സോസോടെ കഴിക്കണം എന്നുള്ളവർക്ക് വേഗം തന്നെ 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേഗം എടുക്കാം. ഇനി സോസ് വല്ലാണ്ട് ക്രീമി ആയിട്ട് കഴിക്കണം എന്നില്ലാത്തവർക്ക് ഒരു 5 മിനിറ്റ് എങ്കിലും ഒന്ന് മൂടി വെച്ച് നമുക്കൊന്ന് എടുക്കാം. ഇവിടെ അധികം ക്രീമി ആയിട്ടല്ല കേട്ടോ എടുത്തിട്ടുള്ളത്. കാരണം അധികം ക്രീമി ആയിട്ട് കഴിക്കാൻ മയോണൈസ് വൈറ്റ് സോസ് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ. കണ്ടില്ല, എന്നാലും നല്ല ടേസ്റ്റായിട്ട് തന്നെ നമ്മുടെ
മിനിമലായിട്ട് തന്നെ വൈറ്റ് സോസ് അതിൻ്റെ മേലുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കുബൂസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെയും കഴിക്കാൻ തോന്നുന്ന ഒരു ഡിഷാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.